കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ആശമാർക്ക് വിലക്ക്. കാട്ടാക്കട കള്ളിക്കാട് പഞ്ചായത്തിലെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്നാണ് ആശമാരെ വിലക്കിയത്. നെയ്യാർ ഡാം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ രഞ്ജിനിയാണ് നിർദ്ദേശം നൽകിയത്. പഞ്ചായത്തിലെ കെട്ടിട ഉദ്ഘാടനം സംസ്ഥാന ആരോഗ്യമന്ത്രിയെ അറിയിച്ചില്ല എന്നാണ് വാദം. ഡോക്ടറുടെ വാദമായിരുന്നു ഇത്. ആശമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന സന്ദേശം ജനം ടിവിക്ക് ലഭിച്ചു. പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം കാട്ടാക്കട കള്ളിക്കാട് പഞ്ചായത്തിൽ നിർമ്മിക്കുന്ന ആയുഷ്മാൻ ആരോഗ്യ മന്ദിറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ആ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് നാളെ. കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ പങ്കെടുക്കുന്ന പരിപാടിയാണ്. ഒപ്പം പാറശാല MLA CK ഹരീന്ദ്രൻ, അതോടൊപ്പം തന്നെ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്തം ശ്രീകുമാർ തുടങ്ങിയവരും പങ്കെടുക്കുന്ന പരിപാടിയായിരുന്നു നിശ്ചയിച്ചിട്ടുള്ളായിരുന്നു. ഈ പരിപാടിയിൽ നിന്നാണ് ആ പ്രദേശത്തെ ആശമാരെ വിലക്കിക്കൊണ്ടുള്ള ഒരു വാട്സാപ്പ് സന്ദേശം ഇപ്പോൾ നെയ്യാർ ഡാം ഹെൽത്ത് സെന്ററിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറായിട്ടുള്ള രഞ്ജിനി ഇപ്പോൾ അയച്ചിരിക്കുന്നത്. അതിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ ഉദ്ഘാടനം പഞ്ചായത്ത് നടത്തുന്നത്, കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് നടത്തുന്നത് ആരോഗ്യമന്ത്രിയെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ തീരുമാനമനുസരിച്ച് ആരോഗ്യവകുപ്പ് ജീവനക്കാർ എന്ന നിലയിൽ ഉദ്ഘാടനത്തിന് പങ്കെടുക്കാതെ മാറി നിൽക്കുക എന്നതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നുള്ളതാണ് ഈ ഡോക്ടർ രഞ്ജിനി RJ എന്ന പേരിൽ നിന്ന് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ, ആശമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇറക്കിയിരിക്കുന്ന സന്ദേശം. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ആശമാരുടെ ഇൻസെന്റീവ് അടക്കം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ആശമാർക്ക് കൃത്യമായ അവർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ, അവരാവശ്യപ്പെടുന്ന ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ അനുവദിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ അവർ ഇപ്പോഴും പ്രതിഷേധത്തിലും സമരത്തിലുമാണ്. അതിനിടയിലാണ് ആ ആശമാരെ സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യവകുപ്പിന്റെ ജീവനക്കാരായതിനാൽ നമ്മൾ മാറി നിൽക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഈ ഡോക്ടർ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിലാണ് ഈ ആശമാർ വരുന്നത് എന്നുള്ളതാണ്. അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതും ഏകോപിപ്പിക്കുന്നതും എല്ലാം പഞ്ചായത്താണ്, അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള ഭരണകൂടങ്ങളാണ്. അപ്പോൾ അത്തരം ഒരു സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ആശമാരെ എങ്ങനെ ഒരു ആരോഗ്യ കേന്ദ്രത്തിലെ, ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർക്ക് ഇത്തരം ഒരു പരിപാടിയിൽ നിന്നും, അതും ഒരു കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്ന് വിലക്കാൻ അല്ലെങ്കിൽ അത്തരം ഒരു നിർദ്ദേശം നൽകാൻ ധൈര്യം കാണിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് പ്രാദേശിക CPM നേതൃത്വത്തിന്റെ സമ്മർദ്ദവും അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അവരുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇത്തരത്തിൽ ആശമാരെ വിലക്കിക്കൊണ്ടുള്ള ഒരു സന്ദേശം ഇടാൻ, അതൊരു കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്ന് ആശമാരെ പോലെയുള്ള ഒരു ഭാഗത്തെ വിലക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവർ പങ്കെടുക്കുന്നതിനെതിരെ ഒരു ഭീഷണിയുടെ സ്വരമൊക്കെയുള്ള ഒരു വാട്സപ്പ് സന്ദേശം ഇത്തരത്തിൽ പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാജ്യത്ത് തന്നെ, സംസ്ഥാനത്ത് തന്നെ വലിയ പ്രാധാന്യത്തോടെ, അല്ലെങ്കിൽ നിരവധി പ്രവർത്തനങ്ങളിലൂടെ വലിയ അംഗീകാരമൊക്കെ നേടിയിട്ടുള്ള ഒരു ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ കൂടിയാണ് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിന്റെ ഒരു പ്രാധാന്യവും അതിന്റെ ഒരു പെർഫോമൻസും ഒക്കെ അനുസരിച്ചാണ് ഇത്തരത്തിൽ ഈ പുതിയ കെട്ടിടവും കേന്ദ്ര സർക്കാർ നിർമ്മിച്ചു നൽകുന്നതിന്, അല്ലെങ്കിൽ ആ സഹായം കേന്ദ്ര സർക്കാർ നൽകിയത്. അപ്പോൾ അത്തരമൊരു സാഹചര്യമായിരിക്കെയാണ് ഈ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു രാഷ്ട്രീയ കളി ഇപ്പോൾ ആ പ്രദേശത്ത് നടന്നിരിക്കുന്നത്. പ്രാദേശിക തലത്തിൽ ഈ ആരോഗ്യ മന്ദിറിന്റെ ഉദ്ഘാടനം അലങ്കോലപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഡോക്ടർ ലക്ഷ്യപ്പെടുത്തുന്നതിനൊക്കെയുള്ള വിമർശനങ്ങളും ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ ഡോക്ടറുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല, തനിക്ക് ഈ കാര്യത്തിൽ ഒന്നും പറയാനില്ല എന്നുള്ളൊരു മറുപടിയാണ് ഈ ഡോക്ടറുടെ ഭാഗത്ത് നിന്നും ലഭിച്ചത്. പ്രജിത്ത്, ഇപ്പോൾ ഈ ആശാ പ്രവർത്തകർ എന്താണ് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? കാരണം അവരെയാണ് ഇപ്പോൾ വിലക്കിയിരിക്കുന്നത്. ആ പ്രതിനിധികൾ എന്തൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്? അത്തരം ഒരു മറുപടിയോ പ്രതികരണങ്ങളോ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകാറില്ല. സാധാരണഗതിയിൽ ആശാപ്രവർത്തകരാണ് ഇവിടെ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർ വെച്ച് ബാക്കി ആളുകൾ ഇത്തരം വിഷയങ്ങളിൽ അധികം സംസാരിക്കുന്ന ഒരു തരത്തിലുള്ള ആളുകളല്ല ഈ സമരം. നമ്മൾ അത് കണ്ടതുമാണ്. നേരത്തെ ആശാമാരുടെ സമരം വന്നതിന് ശേഷവും നേതാക്കൾക്കിടെ കൂട്ട് അത്രയും വിഷയങ്ങളിൽ പ്രാദേശിക തലത്തിൽ പറയാനുള്ള ഒരു ധൈര്യക്കുറവ് ആശമാർക്കുണ്ടാകും. സ്വാഭാവികമായും CPMന്റെ വലിയ പ്രതികാര നടപടിയൊക്കെ നേരിടേണ്ടി വരും അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ. അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറാക്കുന്നില്ല. പക്ഷേ എല്ലാവർക്കും ഒരു പ്രതിഷേധമുണ്ട്. കാരണം സ്വാഭാവികമായും ആ പ്രദേശത്തെ ഈ ആശമാരുടെ പ്രവർത്തനം കൂടി കൊണ്ടാണ് ഇത്തരത്തിൽ ഈ പറയുന്ന ആരോഗ്യമന്ത്രിന്റെയൊക്കെ ഒരു വികസനം ഉണ്ടാകുന്നതും അവിടുത്തെ അതിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള അംഗീകാരം ലഭിക്കുന്നതും. അതോടൊപ്പം കള്ളിക്കാട് പഞ്ചായത്തിന്റെയും ഈ ആശമാരുടെയും പ്രവർത്തനങ്ങൾ നമുക്ക് തന്നെ ആ ആരോഗ്യമന്ത്രിന്റെയൊക്കെ ഇത്രയൊരു വളർച്ചയ്ക്കും, അല്ലെങ്കിൽ അതിന് കേന്ദ്ര സർക്കാർ പ്രത്യേക പരിഗണന കൊടുത്ത് അതിന്റെ വികസനമൊക്കെ നടത്തുന്നതിലുമൊക്കെ ഉണ്ട്, ആ പ്രവർത്തന വിലയിരുത്തലുകളും ഒക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവർ കൂടി പ്രവർത്തിച്ചതിന്റെ ഭാഗമായി വലിയ അംഗീകാരം കിട്ടിയിരിക്കുന്ന ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ, അല്ലെങ്കിൽ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രിന്റെ ഒരു അതിന്റെ ഒരു പൊലിമ, അതിന്റെ ഒരു ആ ഒരു വികസന നേട്ടത്തിന്റെ ഒരു പൊലിമ കുറയ്ക്കുന്ന രീതിയിലാണ് ഈ ഡോക്ടർ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് പ്രാദേശിക തലത്തിൽ വലിയ വികാരമായിട്ടുണ്ട്. അപ്പോൾ അറിയേണ്ടത്, കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ നിന്ന് ആശമാരെ പോലെ ഒരു വിഭാഗത്തെ മാറ്റി നിർത്താൻ ഒരു ഡോക്ടർക്ക് എങ്ങനെ നിർദ്ദേശം നൽകാൻ കഴിയും എന്നുള്ളതാണ്. അതിന് ഈ ഡോക്ടർക്ക് ആര് അധികാരം നൽകി എന്നുള്ളൊരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ ആര് നിർദ്ദേശം നൽകി എന്നുള്ളൊരു ചോദ്യമുണ്ട്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ അറിഞ്ഞുകൊണ്ടാണോ
ഇത്തരത്തിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ നിന്ന് ഒരു ആരോഗ്യ രംഗത്തെ ഒരു വലിയ നേട്ടം, അതിനൊരു അംഗീകാരം ഒരു പ്രാദേശിക ഭരണകൂടത്തിന് നൽകുന്ന ഒരു പരിപാടിയിൽ നിന്ന് ആശമാരെ വിലക്കിയത് എന്നുള്ള ചോദ്യവും അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ദേവിക. ശരി പ്രജിത്ത്.